വൈഷ്ണവ ഭക്തർ ഓരോ ഏകാദശിയുടെയും പുണ്യം നുകരാൻ ആകാംക്ഷയോടെയും അതിലേറെ ഭക്തിപൂർവവുമാണ് നോക്കിയിരിക്കുന്നത്. ജാനുവരി 10 വെള്ളിയാഴ്ച സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി ആചരിക്കപ്പെടുകയാണ്. ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റവർ തീർച്ചയായും സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മൾക്ക് ഗുരുവായൂർ ഏകാദശി നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ കൂടെ പുണ്യം ഈ ഒരൊറ്റ സ്വർഗവാതിൽ ഏകാദശി നോറ്റാൽ ലഭിക്കുന്നതാണ്. സ്വർഗവാതിൽ ഏകാദശി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോയാണിത്. ഇതിന്റെ ഒരു പൂർണ്ണ വീഡിയോ ഈ അടുത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് പിന്നെയും ധാരാളം സംശയങ്ങളുണ്ട്, അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കറിയാം ജാനുവരി 9, 10, 11 തീയതികളിലാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം നമ്മൾ ആചരിക്കുന്നത്. നമ്മളൊരു സാധാരണക്കാർക്ക് ഒരു ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ കലണ്ടറിൽ നോക്കും, ജാനുവരി 10 സ്വർഗവാതിൽ ഏകാദശി എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയേക്കുന്നത് കാണുമ്പോൾ നമ്മൾ അനുമാനിക്കും ജാനുവരി 9 ദശമിയാണ്, 10 ഏകാദശിയാണ്, 11 ദ്വാദശിയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണക്കാരുടെ ഒരു അനുമാനം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാനുവരി 8 ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2:26 ദശമി ആരംഭിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 8-ാം തീയതി ബുധനാഴ്ച ഒരിക്കലും മത്സ്യ മാംസാദികൾ വീട്ടിലെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്ന ഈ അസുലഭ ദിവസങ്ങൾ വ്രതം നോൽക്കുന്ന ഏതൊരാൾക്കും മരണാനന്തര മോക്ഷം കിട്ടി ഭഗവാനിൽ ലയിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്രയും വിശിഷ്ടമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. നൊയമ്പ് നോക്കേണ്ട വിധം എങ്ങനെയാണ്, നൊയമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ചൊല്ലിയിരിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കാനാണ് ഞാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. നമുക്കറിയാം എല്ലാവർക്കും ഏകാദശി വ്രതം നോൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ടാവില്ല പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഭക്തജനങ്ങൾ ഏതൊരാൾക്കും, വ്രതം നോൽക്കുന്ന ഒരാൾക്കും നോക്കാൻ കഴിയാത്ത ഒരാൾക്കും ചൊല്ലാവുന്ന ചില ഏകാദശി മന്ത്രങ്ങളുണ്ട്. നമ്മൾക്ക് എവിടെ ഇരുന്ന് ഭഗവാനെ ഒന്ന് കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ചിട്ട് ചൊല്ലാവുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതും കൂടി സൂചിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. ഏകാദശി വ്രതത്തിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ചിട്ടവട്ടങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുകൊള്ളട്ടെ. വിശദമായ ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. ദശമി ദിവസം ഒരിക്കലും നോക്കിക്കൊണ്ടാണ് നമ്മൾ വ്രതം ആരംഭിക്കേണ്ടതായിട്ടുള്ളത്. ഭഗവാന്റെ കീർത്തനങ്ങൾ, സ്തുതികൾ, നാമങ്ങൾ ഒക്കെ ചൊല്ലേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ ഏകാദശി ദിവസം പൂർണ്ണമായിട്ടും വ്രതം നോക്കണം, അതായത് പൂർണ്ണ ഉപവാസമായിരിക്കണം. ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ അരി ആഹാരം ഒഴിച്ചുള്ള ഭക്ഷണം, നമ്മൾക്ക് പഴവർഗ്ഗങ്ങളായോ അല്ലെങ്കിൽ ഗോതമ്പോ ചാമയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ചിലർ തുളസി തീർത്ഥം മാത്രം സേവിച്ചിട്ടും വ്രതം നോൽക്കുന്നവരുണ്ട്. നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നതനുസരിച്ച് മാത്രം മതി. നമ്മളുടെ ഭക്തി ഭഗവാൻ അറിയാം, നമ്മളുടെ മനസ്സ് ഭഗവാൻ അറിയാം. അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ദ്വാദശി ദിവസം നമ്മൾ പാരണ വീടി വ്രതം അവസാനിപ്പിക്കണം. ആ ദ്വാദശി ദിവസവും ഒരിക്കൽ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെയൊക്കെയാണ് വ്രതത്തിന്റെ ഒരു ചിട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത്. പകലുറക്കം ഏകാദശി ദിവസം പാടില്ല. അതുപോലെ എണ്ണ തേച്ചുള്ള കുളി പാടില്ല. ഏകാദശി ദിവസം തുളസി ഇല നുള്ളാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സാധാരണ എല്ലാ വ്രതം പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ആരും മത്സ്യമാംസാദികളൊന്നും വ്രത ദിവസം ഉപയോഗിക്കാൻ പോകില്ലല്ലോ. ഹരിവാസര സമയത്ത് ഭഗവാന്റെയും ഭഗവതിയുടെയും ഒക്കെ സാന്നിധ്യം ഭൂമിയിലും നമ്മളുടെ വീട്ടിലുമൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയത്ത് പൂർണ്ണ ഉപവാസം ഇരിക്കുക, ആ സമയം ഉറക്കമിളയ്ക്കുക എന്നതൊക്കെ വളരെ ധന്യമായ ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏകാദശി ദിവസം വ്രതം നോൽക്കാൻ പറ്റാത്തവരും നോൽക്കുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ, അതുപോലെ പാരണാ മന്ത്രം. ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഭഗവാനിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ക്ഷമാപണ മന്ത്രം, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. ഏകാദശി ദിനത്തിൽ മന്ത്രങ്ങൾ ജപിച്ചാൽ ഇരട്ടി ഫലം വ്രതം നോൽക്കുന്നതിന്റെ ലഭിക്കും എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏകാദശി വ്രതം നോൽക്കാൻ പറ്റണമെന്നില്ല. എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ വ്രതം നോൽക്കാൻ പറ്റാത്തവരുണ്ടാകും. നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും ആ ഇരിക്കുന്നിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ ഈ ഒരു മന്ത്രങ്ങൾ ജപിച്ചാൽ ഏറ്റവും ഐശ്വര്യവും വ്രതം നോൽക്കുന്നതിന്റെ ഇരട്ടി ഫലവും ലഭിക്കും
എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ഏറെ പ്രസന്നനായിരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ സമയം മുഴുവൻ അഖണ്ഡ നാമജപം നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇഹലോകത്ത് സർവ്വ ഐശ്വര്യവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജീവിത തിരക്കിനിടയിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ വിഷ്ണു പ്രീതികരമായ മന്ത്രജപങ്ങൾ നടത്തുന്നതും നാരായണീയം, ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമാണ്. ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുൻപായി ആരംഭിക്കുന്ന ഹരിവാസര സമയം മഹാവിഷ്ണു പ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഭഗവാൻ ഏറെ പ്രസന്നനായിരിക്കുന്ന സമയമാണെന്നാണ് വിശ്വാസം. ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഹരിവാസര സമയം മുഴുവൻ അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ്. ഏകാദശി വ്രതത്തിന്റെ അവസാനത്തെ കാൽഭാഗവും ഏകദേശം 15 നാഴിക വരും കേട്ടോ. ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി തിഥിയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന സമയത്താണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. 12 മണിക്കൂറോളം വരുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് വ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ മഹാ ഐശ്വര്യമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. വിഷ്ണു സ്തോത്രം ഇതാണ്: ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ഏകാദശിയുടെ അന്ന് പുലർച്ചെ നിലവിളക്ക് കൊളുത്തി വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. അസ്തമയ ശേഷം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കുറഞ്ഞത് 9 തവണ ഭക്തിയോടെ ജപിച്ചാൽ കുടുംബ ഐശ്വര്യവും സാമ്പത്തിക ഉന്നമനവുമാണ് ഫലം. വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. അതുപോലെ തന്നെ ഭഗവാന്റെ മഹാമന്ത്രം കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത്. ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് മുക്തി പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഭഗവാന്റെ മഹാമന്ത്രം. ഭഗവാന്റെ മഹാമന്ത്രം ഇതാണ്: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മുടെ നാവിൽ സാധാരണ ഏതൊരു സാധാരണക്കാരൻ്റെയും നാവിൽ എപ്പോഴും വിളങ്ങുന്ന ഒരു മന്ത്രമാണ് ഇത്. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മഹാമന്ത്രമാണ്. അതുപോലെ തന്നെ വിഷ്ണു മൂലമന്ത്രം, ഭഗവാന്റെ മൂലമന്ത്രങ്ങളാണ് അഷ്ടാക്ഷര മന്ത്രവും ദ്വാദശാക്ഷര മന്ത്രവും. ഇവ ഫലസിദ്ധിക്കായി 108 പ്രാവശ്യം ജപിക്കണം എന്നാണ് പറയുന്നത്. അഷ്ടാക്ഷര മന്ത്രം ഇതാണ്: ഓം നമോ നാരായണായ. ദ്വാദശാക്ഷര മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് 108 തവണ ഈ ഏകാദശി വ്രതം നോൽക്കുന്ന ദിവസങ്ങളിൽ ചൊല്ലിയാൽ ഏറ്റവും ഫലപ്രദമാണ്. സാധാരണ ദിവസങ്ങളിലും നമുക്ക് ചൊല്ലാം. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം അത്രമേൽ നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മഹാദ്വാദശി ദിവസം നമ്മൾ പാരണ വീടി നൊയമ്പ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ക്ഷമാപണ മന്ത്രം ചൊല്ലേണ്ടതായിട്ടുണ്ട്. അതായത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്രതം നോറ്റതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നതിനായിട്ട് ക്ഷമാപണ മന്ത്രം ചൊല്ലാറുണ്ട്. ക്ഷമാപണ മന്ത്രം ഇതാണ്: കരചരണകൃതം വാ കായേച്ചം കർമ്മചം വാ ശ്രവണനയനചം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേവൽ ക്ഷമസ്വ ഹരിഹരി കരുണാബ്ദേ ശ്രീ വിഷ്ണു സംഭവായ നമോ നമഃ. ഇതാണ് ക്ഷമാപണ മന്ത്രം. അങ്ങനെ ക്ഷമാപണ മന്ത്രം ചൊല്ലിയതിന് ശേഷം പാരണാ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ പാരണ വീടേണ്ടത്. പാരണാ മന്ത്രം ഇതാണ്: ഭോക്ഷ്യോഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു, അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സ്വർഗവാതിൽ ഏകാദശി വ്രതം പാരണ വീടേണ്ട സമയമെന്ന് പറയുന്നത് ദ്വാദശി ദിവസമായ ജാനുവരി 11 ശനിയാഴ്ച രാവിലെ 6:40 8:21 ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ പാരണ വീടേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണു പ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം നോൽക്കുക എന്നത്. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഭക്തിപൂർവ്വം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി ജാനുവരി 9, 10, 11 തീയതികളിൽ അതിന്റെ വ്രതശുദ്ധിയോടുകൂടി ഈ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോൽക്കാൻ കഴിയട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.